വീണാൽ, ഒരാൾ കാർഡിയാക് അറസ്റ്റായിട്ട് വീണാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? ഒരാൾ കുഴഞ്ഞു വീണു, നിങ്ങൾ എന്ത് ചെയ്യാം? വെള്ളം തെളിക്കും. ആദ്യം നമ്മൾ പേഷ്യൻറ്റിനെ വിളിച്ചു നോക്കണം. പേഷ്യൻ്റ് ഇങ്ങനെ വിളിച്ചു നോക്കണം. രണ്ട് ഷോൾഡർ നമ്മൾ ടാപ്പ് ചെയ്ത് അറിയൊക്കെ നമ്മൾ പേഷ്യൻ്റ് വിളിച്ചു നോക്കും. എന്തിനാണ് വിളിച്ചത്? പേഷ്യൻ്റ് റെസ്പോൺസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. പേഷ്യൻ്റ് റെസ്പോണ്ട് ഇല്ലെങ്കിൽ മീൻസ് നമുക്ക് ഹെൽപ്പ് വേണം. റെസ്പോൺസ് ഹെൽപ്പ് വേണം. നമ്മൾ ഹെൽപ്പ് ചെയ്ത നമ്പറിൽ വിളിക്കും. Ambulance number is 112, so you will get the help from them. When you call 112, there are 3 emergency service here in Kuwait. One is ambulance, one is police, one is fire force. They will ask which type of help you need. If you need the help from the police, they will send police. If you need the help from the ambulance, they will send ambulance. Fire force, like they will send fire force. Okay, then they will, okay, you are on the call, right? So they will send, they will tell you to put the phone on the speaker. And our phone is നമുക്ക് അസിസ്റ്റൻസ് തരും. വോയിസ് കൂടെ ചോദിക്കും, പേഷ്യൻ്റ് നോക്കും, പേഷ്യൻ്റ് പൾസ് ഉണ്ടോ നോക്കും, ബ്രീത്തിങ് ഉണ്ടോ നോക്കും എന്നവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് പൾസ് ഉണ്ടോ ബ്രീത്തിങ് ഉണ്ടോ നമുക്ക് തന്നെ നോക്കാൻ പറ്റും. ചെസ്റ്റ് റൈസ് നോക്കും പൾസിൻ്റെ പേഷ്യൻറ്റിൻ്റെ ബ്രീത്തിങ്ങിന് വേണ്ടി. ചെസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്ത് മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ മീൻസ് ബ്രീത്തിങ് ഇല്ല. പൾസ് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ പൾസ് ഉണ്ടോ, പൾസും ബ്രീത്തിങ്ങും ഇല്ല എന്ന് വെച്ചാൽ പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റിലോട്ട് പോകും. പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റ് നമ്മൾ ആ സമയത്ത് CPR സ്റ്റാർട്ട് ചെയ്താൽ സേവ് ചെയ്യാനുള്ള ഓരോ സെക്കൻഡിലും കൂടുതൽ CPR തുടങ്ങിയാൽ 10% പേഷ്യൻ്റ് സേവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ കംപ്രഷൻ കൊടുക്കണം. CPR, കാർഡിയോ, പൾമണറി റെസസിറ്റേഷൻ, അതാണ് CPR. കാർഡിയോ സംതിങ് വിത്ത് ഹാർട്ട്, പൾമണറി സംതിങ് വിത്ത് ലെഗ്സ്, റെസിസ്റ്റേഷൻ എന്നുള്ള റീസ്റ്റാർട്ട് ഉദ്ദേശിച്ചാണ്. നമ്മൾ ഹാർട്ടിനെയും ലെങ്സിനെയും റീസ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ കംപ്രഷൻസ്. യഥാർത്ഥത്തിൽ മെഡിക്കൽ പ്രൊഫഷൻസ് ആണ് കംപ്രഷൻ കൊടുക്കും, വെന്റിലേഷൻ കൊടുക്കും, സിനിമയിൽ ഷോക്ക് കൊടുക്കും, അങ്ങനെയൊക്കെയാണ് മെഡിക്കൽ പേഴ്സൺസ് കൊടുക്കുന്നത്. നോൺ മെഡിക്കൽ പേഴ്സൺ ആണെങ്കിൽ കംപ്രഷൻ മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. എവിടെ കൊടുക്കണമെങ്കിൽ 2 നിപ്പിൾസിൻ്റെ ഇടയിലായിട്ട് ബിറ്റ്വീൻ ദ നിപ്പിൾ ആൻഡ് ജസ്റ്റ് ബിലോ ദ നിപ്പിൾ ആൻഡ്. ഇതാണ് നമുക്കൊരു ബ്രസ്റ്റിൻ്റെ ഒരു ബോണുണ്ട് ഇങ്ങനെ വരുന്നത്, വാരിയിൽ ഒരു ബോണിലോട്ട് കണക്ട് ചെയ്ത് ആ ബോൺ ഇവിടം വരെ വരും. ഇതിൽ നിന്ന് ആണ് ഇങ്ങനെ ബോൺസ് പോകണം. അപ്പോൾ ഇതിൻ്റെ ലോവർ പാർട്ടിലായിട്ടാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത്. ഇവിടെ keep another hand on and our elbow should be straight. We'll push straight down from the shoulder, not from the wrist, not from the elbow. നമ്മൾ എൽബോയിലോ പിന്നെ റിസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ വേഗം ഗെറ്റിംഗ് ടയർ അതുകൊണ്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് കൊടുക്കും. നമ്മൾ നേരെ ഇങ്ങനെ നിന്നിട്ട് 1 2 നല്ലപോലെ പുഷ് ചെയ്യും. ഇതിന് നല്ലപോലെ പുഷ് ചെയ്യുന്നത് ഇതിപ്പോൾ പ്ലാസ്റ്റിക്കാണ്. നമ്മൾ പുഷ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് തരാം. പക്ഷേ യഥാർത്ഥ ജസ്റ്റ് വെരി ഹാർഡാണ്. വെരി ഹാർഡ്. അപ്പോൾ നമ്മൾ നല്ലപോലെ പുഷ് ചെയ്താൽ മാത്രമേ ഇത് അറ്റ്ലീസ്റ്റ് 5 സെൻറ്റിമീറ്റർ അങ്ങനെ ഡെപ്താണ് കംപ്രഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് കംപ്രഷൻ കൊടുത്തുകൊണ്ടിരിക്കും. ഓരോ കംപ്രഷൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ സമയം കൊടുക്കണം. എന്തിനാണ് സമയം കൊണ്ട് വെച്ചാൽ നമ്മൾ ബ്ലഡ് പുഷ് ചെയ്യാണ് ഫ്രം ഹാർട്ട് ടു ബ്രെയിൻ. സോ ഇത് ഹാർട്ട് ഓരോ പ്രാവശ്യം റീഫിൽ ചെയ്യണം, ബ്ലഡ് തിരിച്ചു വരും. അതുകൊണ്ട് നമ്മൾ ഓരോ കംപ്രഷൻ്റെ ഇടയിലാണ് ഇങ്ങനെ കംപ്രഷൻ ടൈം കൊടുത്തുകൊണ്ട് മിഡിൽ എല്ലല്ലേ ഇവിടെ പോർഷൻ, ഇവിടെ എല്ലിലാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത്. ഹാർട്ടും ഈ ലെങ്സും ഇങ്ങനെ അടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ല് കൊടുക്കുന്നത്. എല്ല് താഴത്തെ 5 സെൻറ്റിമീറ്റർ ചെയ്യുമ്പോഴേ പോയി ഹാർട്ടിൽ